ഹായ്. ഓക്കെ. ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയുന്നില്ല. രാവിലെ ഒന്ന് പറഞ്ഞതല്ലേ. ഓക്കെ. 25 ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. പ്രസൻറ്റേഷൻ കാണുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പറയണം. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തിൻ ഫിലിം ഇൻ്റർഫറൻസിനെ കുറിച്ചാണ്. എന്താണ് ഇൻ്റർഫറൻസ്, എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. How interference or the how interference condition for maxima and minima is related to optical path difference or the path difference. എന്താണ് പാത്ത് ഡിഫറൻസുമായിട്ട് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനും തമ്മിലുള്ള ബന്ധം? കാരണം നമ്മൾ പാത്ത് ഡിഫറൻസ് വെച്ചിട്ടാണ് ഏത് തരത്തിലുള്ള ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻ്റർഫറൻസ്, വെദർ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത് പാത്ത് ഡിഫറൻസ് വെച്ചിട്ടാണ്. വെൻ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു സം എൻ ലാംഡ, പാത്ത് ഡിഫറൻസ് ലാംഡയുടെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത്, ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വി ഗെറ്റ് എ മാക്സിമ ഓർ വി ഗെറ്റ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അതേപോലെ തന്നെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ദാറ്റ് മീൻസ് വി ഗെറ്റ് ഡാർക്ക് ഫ്രിഞ്ച്, നമുക്ക് ഡാർക്ക്നെസ് കിട്ടും, കാരണം ലൈറ്റ് ഗെറ്റ് ക്യാൻസൽ ഔട്ട്. ഓക്കെ. തിൻ ഫിലിം ഇൻ്റർഫറൻസിൽ എന്താണ് നടക്കുന്നത്? തിൻ ഫിലിം ഇൻ്റർഫറൻസ് നടക്കുന്നത്, കൺസിഡർ ദിസ് ഈസ് എ ക്രോസ് സെക്ഷൻ ഓഫ് തിൻ ഫിലിം വിത്ത് തിക്നെസ് ടി, അതായത് ടി തിക്നെസ് ഉള്ള ഒരു തിൻ ഫിലിം ആണ് ഇതെന്ന് നമ്മൾ സൂം ചെയ്ത തിൻ ഫിലിം ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ. ദെൻ ലൈറ്റ് വിൽ ഇൻസിഡന്റ് ദിസ് ഫിലിം ഇന്റർഫേസ്, അതായത് ഫിലിം എയറിനേക്കാൾ ഒരു ഡെൻസർ മീഡിയമാണ്, അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മീഡിയമാണ്. ഓക്കെ. വെൻ ലൈറ്റ് വേവ് കംസ് ഫ്രം എനി സോഴ്സ്, ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വേവ് വരുന്നു, ഫിലിമിന്റെ ബൗണ്ടറി, എയർ ഫിലിം ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. പാർട്ട് ഓഫ് ലൈറ്റ് റേ വിൽ റിഫ്ലക്റ്റഡ് ഫ്രം ദിസ് ബൗണ്ടറി, ടോപ്പ് ബൗണ്ടറി ഓർ ദി ടോപ്പ് സർഫസ് ഓഫ് ദി ഫിലിം, and a part of the light will get transmitted inside the film, creating an angle of refraction r, and get reflected at the bottom surface of film. Filmന്റെ bottom surface ൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് മറ്റൊരു പാർട്ട് again it comes back and two waves will transmit parallel. അങ്ങനെ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വന്ന് ഈ രണ്ട് വേവ്, അതായത് ബി സി എന്ന വേവും ടോപ്പ് സർഫസിൽ റിഫ്ലക്ട് ചെയ്ത വേവും ബോട്ടം സർഫസിൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്ന വേവും പാരലായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. വെൻ ദീസ് ടു വേവ്സ് ആർ മൂവിങ് പാരലൽ, നമുക്ക് ദീസ് ടു വേവ്സ് ക്യാൻ ബി കോൾഡ് എസ് കൊഹറന്റ് സോഴ്സ്. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് വേവും കൊഹറന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, അതായത് ഒരേ വേവ് ആണ് ട്രാൻസ്മിറ്റ് ആൻഡ് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഒക്കെ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡ് ഒക്കെ നിയർലി സെയിം ആയിരിക്കും. സോ വി ക്യാൻ സേ this point B and this point E will act as coherent sources. സോ രണ്ട് കൊഹറന്റ് സോഴ്സസ് നിന്ന് വരുന്ന രണ്ട് വേവ്സ് പാരലൽ ആയിട്ട് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ആഡ് അപ്പ്, അല്ലെങ്കിൽ അത് ഇന്റർഫിയർ ചെയ്യും. ആൻഡ് ദീസ് ടു വേവ്സ് ഇന്റർഫിയർ, ഈ രണ്ട് വേവ്സ് ഇന്റർഫിയർ ചെയ്യും. ആൻഡ് either it will give a dark fringe or ബ്രൈറ്റ് ഫ്രിഞ്ച്. സോ ബേസ്ഡ് ഓൺ ദി പാത്ത് ഡിഫറൻസ്, ഈ രണ്ട് വേവ്സ് നമ്മളെ പാത്ത് ഡിഫറൻസിനെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ ഒരു ഡാർക്ക് ഫ്രിഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടുന്നു. ആൻഡ് നമ്മൾ ലൈറ്റ് ഇവിടെ നിന്ന് മൊത്തം ഒരു ബ്രോഡ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പല ആംഗിളിൽ ലൈറ്റ് വരുമല്ലോ, ലൈറ്റ് റേസ് വരും. സോ വിച്ച് ആംഗിൾ ലൈറ്റ് റേസ് ഈസ് കമ്മിങ്, we can see an interference, we can see consecutive dark and bright fringes in the top of this film. ഈ ഫിലിമിന്റെ ടോപ്പിൽ നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് കാണാൻ പറ്റും, കാരണം വ്യത്യസ്തമായ ആംഗിൾ വിത്ത് കുറെ ലൈറ്റ് റേസ് വരുന്നുണ്ടല്ലോ. സോ ഓക്കെ, നൗ ഫ്രം ദിസ്, ഈ ഫിഗർ വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ആർ നൗ അനലൈസിങ് ദിസ് ഫിഗർ ഓർ അനലൈസിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് വേവ്സ് which they are traveling in the air and inside the medium or the thin film to derive a condition. നമ്മൾ പറഞ്ഞല്ലോ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. പാത്ത് ഡിഫറൻസ് എൻ ലാംഡ ആണെന്ന് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓർ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ, ഈ തിക്നെസ് ടീന്റെയും ദിസ് ആംഗിൾ ഐയുടെയോ അല്ലെങ്കിൽ ആറിന്റെയോ ബേസിൽ, അല്ലെങ്കിൽ ഫിലിം മ്യൂ
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫിലിമിൻ്റെ ഒക്കെ ടേംസിൽ നമുക്ക് പാത്ത് ഡിഫറൻസിനെ ഡിഫൈൻ ചെയ്യണം. സോ ഇഫ് യു ഡിഫൈൻ എ പാത്ത് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ദിസ് തിക്നെസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വി ക്യാൻ സേ അറ്റ് വിച്ച് ആംഗിൾ, അതായത് ഏത് ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുന്ന വേവ് ആണ്, അല്ലെങ്കിൽ ഏത് ആംഗിളിൽ റിഫ്രാക്ട് ചെയ്യുന്ന വേവ് ആണ് നമുക്ക് ഡാർക്ക് ഫ്രിഞ്ച് തരുന്നത് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് തരുന്നത്. സോ അതാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. സോ നമ്മൾ ഈ ഡെറിവേഷൻ ഏകദേശം ഒരു പകുതിയോളം എത്തി. സോ ആദ്യം നമ്മൾ ചെയ്തത് വാട്ട് ഇസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്. ഈ രണ്ട് വേവ്സ് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ, ബി സി എന്ന വേവും അല്ലെങ്കിൽ എച്ച് സി എന്ന വേവും, അതായത് ടോപ്പിൽ റിഫ്ലക്ട് ചെയ്ത ടോപ്പ് സർഫസ് ഓഫ് ഫിലിമിൽ റിഫ്ലക്ട് ചെയ്യുന്ന എച്ച് സി എന്ന വേവും ബോട്ടം സർഫസിൽ റിഫ്ലക്ട് ചെയ്ത് വന്ന ഇ എഫ് എന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്? സോ ഈ വേവിനേക്കാളും, സോ എച്ച് എന്ന പോയിന്റിൽ നിന്ന് ഇ എന്ന പോയിന്റിലും ഈ രണ്ട് വേവ്സും പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദിസ് പോയിന്റ് ഇറ്റ് ഹാവ് നോ സിഗ്നിഫിക്കൻറ്റ് പാത്ത് ഡിഫറൻസ്. അതായത് ഈ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കാര്യമായ പാത്ത് ഡിഫറൻസ് ഇല്ല. സോ ഈ അപ് ടു എച്ച് പോയിന്റ്, ഈ എച്ച് പോയിന്റ് എത്തുന്നവരെ, ഈ പോയിന്റ് എച്ച് എത്തുന്നവരെ ഈ വേവ് ഈ ബി എച്ച് എന്ന വേവിനേക്കാൾ എത്രയധികം സഞ്ചരിച്ചു, അതാണല്ലോ പാത്ത് ഡിഫറൻസ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ആണ്. സോ ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസിന്റെ കൂടെ നമ്മളൊരു മ്യൂവും കൂടെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ എന്താണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്നത്. കാരണം ഒരു മീഡിയത്തിൽ കൂടിയാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ഡി, അതായത് മൂവ് ചെയ്ത ഡിസ്റ്റൻസിന്റെ കൂടെ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മ്യൂ ഡി എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് മെഷർ ചെയ്തു, അതായത് ഈ ബി എച്ച് എന്ന വേവിനേക്കാൾ ഈ ബി ഡി ഇ എന്ന വേവ് എത്ര അധികം സഞ്ചരിച്ചു into the refractive index of medium. So the optical path difference between these two waves, top and bottom side, bottom surface reflect ചെയ്യുന്ന വേവുകൾ തമ്മിൽ optical path difference is given by this additional path this wave traveled. That means BD plus DE into mu minus BH. That is the optical path difference. അത് നമ്മൾ ചെയ്തു വെച്ച കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓക്കെ, നൗ വി വാണ്ട് ദിസ് ബി ഡി ആൻഡ് ഡി. ഈ ബി ഡി ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആർബിട്രറി ആയിട്ട് പുട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ ബി ഡി, നമുക്ക് ആ ലെങ്ത് എന്ന് പറയാം. സോ വി വാണ്ട് ദിസ് ബി ഡി ആൻഡ് ഡി ഇൻ ദ ടേംസ് ഓഫ് ദിസ് ആർ, ദിസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ, ദ തിക്നെസ് ടി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മ്യൂ, അതിൻ്റെയൊക്കെ ടേംസിൽ എഴുതണം. അതിനുവേണ്ടി നമ്മൾ ഈ ഫിഗർ അനലൈസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒന്നാമത് ചെയ്ത കാര്യം, ദിസ് ബി ഡി ഈസ് ഈക്വൽ ടു ഡി ഇ. ഈ ബി ഡി എന്ന് പറയുന്ന ലെങ്ത്തും ഡി ഇ എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണ്. ബിക്കോസ് അക്കോർഡിംഗ് ടു ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് നമ്മൾ നോർമലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് കോസ് ദിസ് ആംഗിൾ ആർ, ദിസ് ആംഗിൾ ബി ഡി ജി which is equal to r is equal to this angle GDE. That means this side BD is equal to DE. അതുകൊണ്ട് നമുക്ക് BD is equal to DE എഴുതാൻ പറ്റും. Because these two triangles are similar. BGD and EGD triangles similar triangles ആണ്. So we can write BD is equal to DE. That means BD plus DE is equal to 2 into BD. അത് നോർമലി നമുക്ക് എഴുതാൻ പറ്റുന്നല്ലോ. ബി ഡി ഡി ഇ ആണെങ്കിൽ ബി ഡി പ്ലസ് ഡി ഇ എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ബി ഡി ആണ്. ദാറ്റ് മീൻസ് 2 BD ആണ്. Now we take triangle BGD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക and define what is cos r. Cos r എന്താണ്? ഈ ആംഗിൾ, cosine of this angle is given by adjacent side by hypotenuse. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ cosine ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? adjacent side by hypotenuse side ആണ്. സോ what is adjacent side? DG. ഈ cos r ന്റെ adjacent ആയിട്ട് നിൽക്കുന്ന സൈഡ് ഏതാണ്? DG by hypotenuse BD. Or and DG, look here, DG is the same length. DG എന്ന് പറയുന്നത് നോർമൽ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനാണ്. ഇറ്റ് ഈസ് ദ സെയിം as ഓഫ് ദി തിക്നെസ് ഓഫ് ഫിലിം. ഫിലിമിന്റെ തിക്നെസ്സിന് സെയിം ആണത്. സോ വി ക്യാൻ റൈറ്റ് cos r equal to t, DGയുടെ സ്ഥാനത്ത് t എഴുതാം. സോ വി ഗെറ്റ് cos r equal to t by BD. Now we can write BD is equal to t by cos r. ഈ സമയത്ത് നമുക്ക് ബി ഡി എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ബി ഡി ഈസ് ഈക്വൽ ടു ടി ബൈ കോസ് ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ഹിയർ വി ക്യാൻ റൈറ്റ്, നമ്മളിവിടെ ബി ഡി പ്ലസ് ഡി എന്ന് പറയുന്നത് 2 BD എന്ന് എഴുതിയുള്ളൂ. അതായത് ബി ഡിയും ഡിയും 2 BD എന്ന് എഴുതി. സോ ബി ഡി പ്ലസ് ഡി ക്യാൻ ബി റൈറ്റ് 2 BD. ആൻഡ് ബി ഡിക്ക് നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടി ടീന്റെയും കോസ് ആറിന്റെയും ടേംസിൽ. സോ വി ക്യാൻ റൈറ്റ് ബി ഡി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 2 BD അല്ലെങ്കിൽ 2T ബൈ കോസ് ആർ. ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്ത കാര്യം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, സോ നൗ വി വാണ്ട്, നമ്മളിപ്പോൾ ബി ഡി പ്ലസ് ഡി ഇ എന്ന് പറയുന്ന ഈ ടേംസ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന് നമ്മൾ ഡിഫൈൻ ചെയ്ത ബി ഡി പ്ലസ് ടി എന്ന ടേമിന് എന്താ? 2T
ടിയുടെയും ആറിൻ്റെ ഒക്കെ ടേംസിൽ എഴുതി. നൗ ബി എച്ച് എന്ന് പറയുന്ന ഈ ലെങ്ത് ഈ ടിയുടെയോ മ്യൂവിൻ്റെയോ ആംഗിൾ ആറിൻ്റെ ഒക്കെ ടേംസിൽ നമുക്ക് we want to write in that term. So consider the triangle BEH. BEH എന്ന ട്രയാങ്കിൾ കൺസിഡർ. ഏതാണ് ട്രയാങ്കിൾ BEH? ലുക്ക് ഹിയർ, എൻ്റെ ആരോ മാർക്ക് പോകുന്നുണ്ടോ? BEH. BEH എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ ഇവിടെ റൈറ്റ് ആംഗിൾ ആണ്, ഇവിടെ ആംഗിൾ ഐ ആണ്. വൈ ദിസ് ആംഗിൾ ഇസ് ഐ? എങ്ങനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഇവിടെ വന്ന്? ഓക്കെ, നൗ ലുക്ക് ഹിയർ, അക്കോർഡിംഗ് ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ദിസ് ആംഗിൾ ഐ, അല്ലെങ്കിൽ ഞാനിപ്പം പോയിന്റർ മൂവ് ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ ഈ ഐ, this should be is equal, angle of incident should be equal to angle of reflection according to law of reflection. So these two angles are same. That means this angle HBE എന്ന് പറയുന്ന ആംഗിൾ should be is equal to 90 minus I. ഇത് 90 minus I ആണെങ്കിൽ this is a right angle triangle, BHE is a right angle triangle. That means this angle HEB should be I. Okay, now we know this angle is I. Then define what is sin I. And we can write sin I is equal to, what is sine of one angle is equal to sine, according to trigonometry, sine is given as opposite side by hypotenuse. So what is the opposite side of this angle I? BH. BH by BE. That gives us BE is equal to BH sine. സോ അതൊരു ഒന്നാമത്തെ കാര്യം. ബി എച്ച് ഈസ് ഈക്വൽ ടു ഈക്വേഷൻ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കാര്യം, ബി എച്ച് ഈസ് ഈക്വൽ ടു ഈ ബി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് ബി എച്ച് ഈസ് ഈക്വൽ ടു ബി ഇ സൈൻ ഐ. ഓക്കെ, സോ നമുക്ക് ബി എച്ചിനെ ബി ഇക്ക്, അതായത് സോറി അതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഓക്കെ 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 BH is equal to BE sin I. സോ നമ്മുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിലെ ബി എച്ചിന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി, BE ഇൻറ്റു സൈൻ ഐ എന്ന് കിട്ടി. ബട്ട് BE എന്ന് പറയുന്ന ടേം നമ്മൾ വിളിക്കണം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് വാട്ട് ഈസ് BE, വി സ്പ്ലിറ്റ് ദിസ്. BE എന്ന് പറയുന്ന ലെങ്ത് ഇതാണല്ലോ, B to E. വി സ്പ്ലിറ്റ് ദിസ് BE ഇൻറ്റു BE ഈസ് ഈക്വൽ ടു BG പ്ലസ് GE. BE എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് BE പ്ലസ് GE ആണ്. ആൻഡ് ആണല്ലോ, കാരണം BE എന്ന് പറയുന്നത് നമ്മൾ നടുക്കൊരു G എന്ന പോയിന്റ് ഇട്ടു. സോ BG പ്ലസ് GE ആണ്. നൗ വി സേ ദാറ്റ് ദിസ് സൈഡ് BG ഈസ് ഈക്വൽ ടു GE. ഈ ലെങ്ത് BG എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെയിം ടു GE. വൈ? ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ദിസ് സൈഡ് BD ഈസ് ഈക്വൽ ടു DE, ദിസ് ആംഗിൾ BDG ഈസ് ഈക്വൽ ടു ആംഗിൾ BDE. So these two, and there is a common side for both these two triangles, that is GD. That means these two triangles are similar, or they are same triangle. That means BG is equal to GE. That gives us BE is equal to BG plus GE. So in place of GE we put BG. So BG plus BG, that is equal to 2BG. Okay, now we got that BE is equal to 2BG. Okay, so we now want to find what is BG. So BG നമുക്ക് BG എന്ന ഈ ലെങ്ത് കാണാൻ വേണ്ടി now take, so നമുക്ക് കുറച്ചുകൂടി മൂവ് ചെയ്യാം, നമുക്കിവിടെ സ്പേസ് വേണം കുറച്ചും കൂടി. ഓക്കെ now take the triangle BGD. ഈ BGD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത ട്രയാങ്കിൾ ആണ്. now define what is tan R. എന്താണ് tan ഓഫ് ദിസ് ആംഗിൾ R? എന്താണ് tan is defined as opposite. Every right angle triangle, tan of some angle is defined as tan theta equal to opposite side by adjacent side. What is the opposite side of this angle R? BG by adjacent side GD. That gives us BG is equal to GD into tan R. ശരിയല്ലേ? ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. BG is equal to GD into tan R. What is GD അല്ലെങ്കിൽ DG എന്ന് പറയുന്നത്? ഈ ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് സെയിം as the thickness of this film. So we can write BG is equal to T into tan R. Okay, so we get another equation for BG as BG is equal to T into tan R. Now look here, നമുക്കിവിടെ BH ന് കിട്ടിയ ഇക്വേഷൻ എന്താണ്? സോറി അല്ല, BE എന്ന് പറയുന്ന ലെങ്ത്തിന് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 2BG. ആൻഡ് BG എന്ന് പറയുന്നതിന് നമുക്ക് ഇപ്പോൾ കിട്ടി T ഇൻറ്റു അല്ലെ T tan R എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. സോ വി ക്യാൻ റൈറ്റ്
BE is equal to 2BG അല്ലെങ്കിൽ 2T tanner. 2T tanner എന്ന് എഴുതാൻ പറ്റും. Or BH is given by BE into sin I. ഇവിടെ B കിട്ടിയ എക്സ്പ്രഷൻ 2T tanner. That means 2T tanner into sin I. Okay, മനസ്സിലായില്ലേ? Now we get the expression for BH as 2T tanner into sin I. അതായത് BH എന്ന് പറയുന്നത് ഫ്രം ട്രയാങ്കിൾ BH B into sin I ആണ്. സോ BE നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, BG ആൻഡ് G ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് BG കണ്ടുപിടിച്ചു. BGനെ നമ്മൾ ടാനാറിന്റെ ടേംസ് ഡിഫൈൻ ചെയ്തു. അതായത് ടാനാർ ഈസ് ഇക്വൽ ടു BG by GD ആണ് ഇൻ ദിസ് ട്രയാങ്കിൾ BGD. സോ വി ക്യാൻ റൈറ്റ് BG ഈസ് ഇക്വൽ ടു GD into ടാനർ. And we know what is GD. GD is the same length, thickness of this film. So BG is equal to T into tanner എഴുതാൻ പറ്റും. BG T into tanner എഴുതാൻ പറ്റുമെങ്കിൽ BE എന്ന് പറയുന്നത് 2BG ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും BE is equal to 2T tanner എഴുതാൻ പറ്റും. BE എന്ന ലെങ്ത് 2T tanner എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ that means BH is equal to BE into sin I or BH is equal to 2T tanner sin I. Now we got the expression for ഇപ്പോൾ ബി ഡി ഇപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനിൽ ബി ഡി പ്ലസ് ഡി ഇ എന്ന എക്സ്പ്രഷനോട് ബി എച്ച് ഉണ്ട്. നൗ നമുക്ക് ബി ഡി പ്ലസ് ഡി ഇക്കും ടീൻ്റെ ടേംസിലും ആറിൻ്റെ ടേംസിലും ഒക്കെ എക്സ്പ്രഷൻ കിട്ടി. സിമിലർലി ബി എച്ചിനും അടിയിൽ നോക്കുക, ബി എച്ചിനും നമുക്ക് ടാൻ ആറിൻ്റെയും ഐഡിയ ഒക്കെ ടേംസിൽ എക്സ്പ്രഷൻ കിട്ടി. സോ വി ക്യാൻ റൈറ്റ് ബി ഡി പ്ലസ് ഡിക്ക് നമുക്ക് കിട്ടിയ എക്സ്പ്രഷനും ബി എച്ചിന് നമുക്ക് കിട്ടിയ എക്സ്പ്രഷനും വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് here and we get that optical path difference equal to BD plus D into mu minus BH. അതാണല്ലോ എഴുതിയത്. That means optical path difference is given by BD plus D ക്ക് പകരം 2T by cos R into mu into multiply ആണല്ലോ മൈനസ് BH ന് പകരം 2T tan R sin I. Okay, that is given as 2 mu T by cos R minus 2T tan R sin I, optical path difference in equation. Now look at this figure. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ സ്നെൽസ് ലോ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സ്നെൽസ് ലോ എന്താണ് പറയുന്നത്? ഓക്കെ, when a light ray falls or incident on some medium with refractive index n, refractive index n ഉള്ള ഒരു മീഡിയത്തിൽ ഒരു ലൈറ്റ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ക്രിയേറ്റ് ചെയ്ത് ഫാൾ ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ട്രാൻസ്മിറ്റ് ത്രൂ മീഡിയം ബൈ ക്രിയേറ്റിംഗ് ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. അതായത് റിഫ്രാക്ഷൻ നടക്കും, അതായത് നോർമലിലേക്ക് നോർമൽ സൈഡിലേക്ക് light wave bend ചെയ്യും and creating an abnormal angle ആണ് R. And Snell says that the refractive index of medium with respect to air is given by n is given by sin I by sin R. ശരി, അതല്ലേ നിങ്ങൾ പഠിച്ച സ്നെൽസ് ലോ? നമുക്ക് ഓർമ്മയുണ്ടാവും. Now we are substituting here. നമ്മൾ ഇതേ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Now we get that optical path difference equal to 2 mu T by cos R minus 2T into ഈ ടാൻ ആറിന്റെ സ്ഥലത്ത് നമുക്ക് ടാൻ ഈസ് ഈക്വൽ ടു സൈൻ ആർ ബൈ കോസ് ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സൈൻ ആർ ബൈ കോസ് ആർ ഇൻറ്റു സൈൻ ഐ. സോ നൗ ഫ്രം സ്നെൽസ് ലോ വി നോ ദാറ്റ് mu is can be represented refractive index of thin film. നമ്മൾ നേരത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഉള്ള ഒരു മീഡിയത്തിൽ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ സ്നെൽസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് n is equal to sin I by sin R. Similarly we can write mu is equal to sin I by sin R. That gives sin I equal to mu into sin R. ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. mu equal to sin I by sin R എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും sin I equal to mu sin R. So we can substitute here sin I as mu sin R. Okay. Now optical path difference is given by 2 mu T by cos R by minus 2T sin R by cos R into mu sin R. So we can write that as
optical path difference equal to 2 mu t by cos r minus 2 mu t by cos r. 2 mu നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് എടുത്തു 2 mu t by cos r into sin square r. ശരിയല്ലേ? sin r into sin r sin square r. We can write this as നമുക്ക് 2 mu t by cos r എന്ന് പറയുന്ന കാരണം ലുക്ക് അറ്റ് ദിസ് എക്സ്പ്രഷൻ. ഈ 2 mu t by cos r ഈ രണ്ട് ടേംസിലും കോമൺ അല്ലേ? സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ആൻഡ് റൈറ്റ് 2 mu t by cos r into 1 minus sin square r. What is 1 minus sin square r? ട്രിഗണോമെട്രിയുടെ ബേസിക്സ് ആണ്. sin square r plus cos square r equal to 1. അത് ഏത് ആംഗിളും ആയിക്കോട്ടെ. ദാറ്റ് മീൻസ് cos square r equal to 1 minus sin square r. 1 minus sin square r നെ നമുക്ക് cos square r എന്ന് എഴുതാൻ പറ്റും. That means optical path difference between those two waves is given by 2 mu t by cos r into cos square r. That means optical path difference between those two waves reflecting from the top surface of film and the bottom surface of film is given by what? Cos square r cos r അതിൽ ഒരു cos r കട്ട് ചെയ്തു. So that is given by 2 mu t cos r. So the optical path difference between the waves reflecting from the top surface and bottom surface of the wave is given by 2 mu t cos r. ഓക്കെ, ഒന്നും കൂടി നോക്കാം, എന്താ ചെയ്തെന്ന് നോക്കാം. അതായത് നമ്മൾ പറയുന്നു എ എന്ന് പറയുന്ന ഒരു സോഴ്സിൽ നിന്ന് ഒരു വേവ് വരുന്നു, മേക്കിംഗ് ആൻ ആംഗിൾ ഐ ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. വാട്ട് ഹാപ്പൻസ്? A part of wave get reflected from the top surface of film where it is a denser medium than air, and a part of film get reflected in the bottom surface of wave, and those two waves act as coherent sources. Those 2 points act as coherent sources, and that means these two reflected waves will interfere and give interference pattern. So now we analyze a single wave coming from here, and one of the part is reflected from the top surface and one of the part is reflected from the bottom surface. Now we derive the condition. What is the condition for path difference? നമ്മളിപ്പോൾ ഒരു പാത്ത് ഡിഫറൻസിന് ഒരു എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ദി വാല്യൂ ടി, ഡിപ്പെൻഡ് ഓൺ ദി വാല്യൂ ടി, ടിയുടെ ടേംസിലും തിക്നെസിന്റെ ടേംസിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഫിലിമിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേംസിലും കൂടാതെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ ടേംസിലും നമ്മളൊരു ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ also consider that നമ്മൾ ഇന്നലെ പഠിച്ചു path phase difference or path difference due to dissimilar refraction. അതായത് ഒരു ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ what happens to a wave, or a transverse wave reflect ചെയ്യുമ്പോൾ according to from Maxwell's electromagnetic theory, we know that when reflecting from a denser medium, the light wave will suffer, or it will get an additional phase difference of pi, or additional path difference of lambda by 2. അതായത് ഒരു ഡെൻസർ മീഡിയത്തിൽ, ഇപ്പൊ ഫിലിം ഒരു ഡെൻസർ മീഡിയമാണ് എയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഒരു ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ദിസ് വേവ് ബി സി വിൽ സഫർ ആൻ അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഓഫ് ലാംഡ ബൈ 2 വെൻ കമ്പയർഡ് ടു ദ വേവ് റിഫ്ലക്റ്റഡ് ഫ്രം ദി bottom surface or the rarer medium which is reflected in the rarer medium. അതായത് ഡെൻസർ മീഡിയത്തിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ബി സി എന്ന വേവിനെ റെയറർ മീഡിയത്തിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഡി ഇ അല്ലെങ്കിൽ ഇ എഫ് എന്ന വേവിനേക്കാളും ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 അല്ലെങ്കിൽ അഡീഷണൽ ഫേസ് ഡിഫറൻസ് ഫൈ സഫർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫൈ പാത്ത് ഡിഫറൻസ് this BH should have an additional path difference. അതാണ് phase difference due to dissimilar reflection. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം. അതിന്റെ പ്രധാന കാര്യം മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി നന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ അതും കൂടി കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഫിലിം എന്ന് പറയുന്നത് എയറിനേക്കാളും ഒപ്റ്റിക്കലി ഡെൻസ് ആയ മീഡിയമാണ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മീഡിയമാണ്. സോ ബി സി എന്ന വേവിന് ഇ എഫ് എന്ന വേവിനേക്കാളും എന്തായാലും ഡ്യൂ ടു dissimilar reflection ഒരു additional path difference ഉണ്ടാവും. Okay, so we can now apply that. So the actual path difference between the waves reflecting from the top and bottom surface is given by actual path difference is given by 2 mu t cos r plus a lambda by 2 additional path difference due to dissimilar reflection.
Okay, now we get what is the total or the actual path difference between those two waves. അതായത് ടോപ്പ് സർഫസിൽ ഫിലിമിന്റെ ടോപ്പ് സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതും ബോട്ടം സർഫസിൽ അതായത് ഫിലിം ബൗണ്ടറി തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് വേവ്സും തമ്മിലാണല്ലോ ഇന്റർഫിയർ ചെയ്യുന്നു നമ്മൾ പറഞ്ഞത്. അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കിട്ടി. നോ വി ക്യാൻ ഡിറൈവ് വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം. നമുക്ക് പാത്ത് ഡിഫറൻസിന് ഒരു എക്സ്പ്രഷൻ കിട്ടി ഇൻ ദ ടേംസ് ഓഫ് ദി തിക്നെസ് ടി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ, ആംഗുലർ റിഫ്രാക്ഷൻ ആർ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. നൗ വി ക്യാൻ derive or now we can state what is the condition for maximum. പാത്ത് ഡിഫറൻസിന് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ഓഫ് മാക്സിമം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാരണം നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുക? പാത്ത് ഡിഫറൻസ് ലാംഡയുടെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത്. when path difference equal to some integer multiple of lambda, we can say we get a maximum or the constructive interference happens, we get a bright difference. So ഇപ്പോൾ നമുക്ക് രണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം സർഫസിൽ റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് വേവ്സ് തമ്മിൽ പാത്ത് ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ കിട്ടി. നൗ വി ക്യാൻ സേ ഇഫ് ദാറ്റ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു സം എൻ ലാംഡയുടെ ഇന്റിജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ വി ക്യാൻ സേ ഫിലിമിന്റെ ടോപ്പിൽ നമുക്കൊരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും അല്ലെങ്കിൽ മാക്സിമം കിട്ടും എന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് മീൻസ് the condition for maxima is given by 2 mu t cos r plus lambda by 2 is equal to some integer multiple of lambda. The c is equal to n lambda. That is the condition for maxima. Now we simplify this equation. നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 2 mu t cos r plus lambda by 2 is equal to n lambda. That means 2 mu t cos r equal to n lambda minus lambda by 2. That is equal to n minus 1 by 2 into lambda. That is equal to 2n minus 1. അതായത് ജസ്റ്റ് ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ഇത് 2n minus 2 എന്ന് എഴുതുന്നു. അങ്ങനെ we get 2n minus 1 into lambda by 2. That gives the condition for maxima for thin film interferences 2 mu t cos r equal to 2n minus 1 lambda by 2. And this is the condition for maxima in case of തിൻ ഫിലിം ഇന്റർഫറൻസിന്റെ കേസിൽ. അതായത് ഒരു ലൈറ്റ് സോഴ്സ് വന്നു, ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് ഓഫ് തിൻ ഫിലിമിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തു. ഇഫ് ദാറ്റ് ടു വേവ്സ് ഇന്റർഫിയർ ഈച്ച് അതർ ആൻഡ് ദ കണ്ടീഷൻ ഫോർ മാക്സിമ അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ ഓഫ് അതായത് ആംഗിൾ ആറിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. if the film has a refractive index of mu and thickness t and the condition and the angle of refraction is r or the angle of incidence is i. ഈ ആറിനെ അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാമല്ലോ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ആണ്, അല്ലെങ്കിൽ നമുക്ക് മ്യൂ അറിയാവുന്ന സ്ഥിതിക്ക് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ടി തിക്നെസ് ഉള്ള ഒരു ഫിലിമിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറിൽ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ we get that, and if the path difference between those two waves, top and bottom സൈഡിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് വേവ്സ് നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2n minus 1 lambda by 2 അല്ലെങ്കിൽ lambda by 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ we get but bright fringe അല്ലെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നെസ് കിട്ടും. we get that is the condition for minima. സോ നമ്മളിത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് നമ്മൾ പറഞ്ഞു ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു സം ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ, അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്ന ലാംഡയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് കിട്ടണം? നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടണം. അതിൽ നിന്നാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടിയത്. നൗ വി ഗെറ്റ് കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ഓർ കണ്ടീഷൻ ഫോർ മിനിമ. നമ്മൾ പഠിച്ചല്ലോ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. എപ്പോഴാണ് നമുക്ക് മിനിമം കിട്ടുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നത് എപ്പോഴാണ്? when the path difference is some multiple of lambda by 2. path difference lambda by 2, 3 lambda by 2, 5 lambda by 2 അല്ലെങ്കിൽ lambda by 2ന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്താണ് നമുക്ക് മിനിമം കിട്ടുക അല്ലെങ്കിൽ ഡാർക്ക്നെസ് കിട്ടുക. സോ വി ക്യാൻ റൈറ്റ് when the total path difference equal to some 2n plus 1 lambda by 2 we get minima, or what is the path difference given? So ഈ ഒരു ഫിലിമിന്റെ കേസിൽ the total actual path difference between these two waves or the waves reflected from the top and bottom surface is given as 2 mu t cos r plus lambda by 2. And if it is equal to, if the total path difference equal to some 2n plus 1 is the multiple of lambda by 2, what happens? we get minima അല്ലെങ്കിൽ we get darkness. നമുക്ക് ഫിലിമിന്റെ മുകളിൽ അല്ലെങ്കിൽ
തിൻ ഫിലിമിന്റെ മുകളിൽ ആ ഒരു പൊസിഷനിൽ എന്ത് കിട്ടും? നമുക്ക് ഡാർക്ക്നെസ് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് 2 mu t cos r, ടേക്ക് ഈ ലാംഡ ബൈ 2നെ നമുക്ക് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ 2n + 1 ലാംഡ ബൈ 2 മൈനസ് ലാംഡ ബൈ 2, that is given by 2n + 1 lambda by 2 minus lambda by 2 is given by 2n lambda by 2, that is equal to n lambda. So we get that when 2 mu t cos r is equal to n lambda, this is the condition for minima in case of thin film interference. That ഒരു ഫിലിമിന് ഒരു തിക്നെസ് ടി ഉള്ള ഒരു ഫിലിം ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു ഫിലിമിന് when light incident it on angle I and it refracts at an angle R, we get darkness when the path difference between those two waves is in the terms of n lambda, or when n lambda is equal to 2 mu t cos r, we get darkness. This is the condition for minima, and this condition for minima in thin film interference, it is called cosine law, and this is called, ഈ ഒരു എക്സ്പ്രഷന്റെ പേരാണ് കൊസൈൻ ലോ. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറാണ്. എന്താണ് വാട്ട് ഈസ് കൊസൈൻ ലോ? ദാറ്റ് മീൻസ് ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഓർ ഫോർ ഡാർക്ക്നെസ് ഇൻ ദ റിഫ്ലക്ഷൻ, ദ കണ്ടീഷൻ ഈസ് 2 mu t cos r equal to n lambda, where n is equal to 1, 2, 3 or some integers. And this is called cosine law. അല്ലെങ്കിൽ ഒരു തിൻ ഫിലിമിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ സം ആംഗിൾ, അതായത് ആംഗിൾ ആർ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ. സോ ഏതെങ്കിലും ഒരു പൊസിഷൻ, അതായത് ആംഗിൾ 6 ക്രിയേറ്റ് ചെയ്യുന്ന തിൻ ഫിലിമിന്റെ ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ, ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ഈസ് ഗിവൺ ബൈ 2 mu t cos r equal to n lambda. അതായത് 2 mu t cos r എന്ന് പറയുന്ന എക്സ്പ്രഷൻ, അത് സം ആറിന് ഒരു വാല്യൂ ഉണ്ടാവും, ടിക്ക് തിക്നെസ്സിന് ഒരു വാല്യൂ ഉണ്ടാവും, മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു വാല്യൂ ഉണ്ടാവും. സോ ഇഫ് വെൻ 2 mu t cos r equal to n lambda ടേംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആണെങ്കിൽ, what we get darkness at that point, and that is cosine law. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിച്ച തിൻ ഫിലിം ഇന്റർഫറൻസ് നമ്മൾ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്ത്. ഓക്കെ, എന്താണ് തിൻ ഫിലിം ഇന്റർഫറൻസ്? സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വെൻ ലൈറ്റ് വേവ് ഫ്രം എ സോഴ്സ് ഫാൾസ് ഓൺ എ തിൻ ഫിലിം, ഒരു തിൻ ഫിലിമിൽ ഫാൾ ചെയ്യുന്ന സമയത്ത് it will suffer reflection at the top surface will reflect him, and a part of wave will transmit towards the film, and it again gets reflected at the bottom surface. And these two waves, that means the wave which is reflected from the top surface and the wave which is reflected from the bottom surface, will interfere each other and will create either bright or dark fringe. നമുക്ക് ഡാർക്ക് ഓർ ബ്രൈറ്റ് ഫ്രിഞ്ച് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് വി നോ ദാറ്റ് ഒരുപാട് പൊസിഷൻ, ഇപ്പം വേവ് ആണെങ്കിൽ ഈ ഒരു ആംഗിളിൽ വരാം, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിൽ വരാം, ഒരു സോഴ്സ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ ബേസ്ഡ് ഓൺ ആംഗിൾ വിച്ച് യു ആർ ഇൻസിഡന്റിങ് ദിസ് വേവ് ഓൺ ദി ടോപ്പ് ഓഫ് സർഫസ്, വി വിൽ ക്രിയേറ്റ്. അപ്പോൾ ഓരോ ആംഗിൾ മാറുന്നതനുസരിച്ച് ഈ ഓരോ വാല്യൂസ് മാറുമല്ലോ. സോ വി വിൽ ഗെറ്റ് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഇൻ ദ ടോപ്പ് ഓഫ് ദിസ് തിൻ ഫിലിം. And that phenomenon is called thin film interference. So how we can define the condition for maxima and minima? ഈ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് വരുന്നതെന്ന്, അല്ലെങ്കിൽ ബ്രൈറ്റ് ആണോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ വരുന്നതെന്ന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സോ വി നോ, നമുക്കറിയാവുന്ന ഒന്നാമത്തെ കാര്യം, ഇന്റർഫറൻസിനെ കുറിച്ച് അറിയാവുന്ന ഒന്നാമത്തെ കാര്യം, വെൻ ദി പാത്ത് ഡിഫറൻസ് ടു ഇന്റർഫറൻസ് ഉണ്ടാക്കുന്ന രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സം n ലാംഡ കൺസ്ട്രക്റ്റീവും, അല്ലെങ്കിൽ ലാംഡ ബൈ 2 ആണ് ഡിസ്ട്രക്റ്റീവും ആണ്, നമുക്കറിയാവുന്ന കാര്യം. അത് വെച്ച് സോ വി വാണ്ട് ടു ക്രിയേറ്റ്, നമ്മൾ ഈ ഒരു ജോമെട്രി വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ വെച്ച്, വി വാണ്ട് ടു അനലൈസ് ആൻഡ് ഡിറൈവ് ദ ഡെറിവേഷൻ ഫോർ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസിന് ടിയുടെ ടേംസിനും, അതായത് ഫിലിമിന്റെ തിക്നെസ് ടിയുടെ ടേംസിനും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി ആർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂവിന്റെ ഒക്കെ ടേംസിൽ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഒരുപാട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളും ട്രിഗണോമെട്രി ഒക്കെ യൂസ് ചെയ്തിട്ട് we at last find an expression for the optical path difference between those two waves. രണ്ട് വേവ്സ് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന് നമ്മൾ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തി. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ്. കൂടാതെ ഫ്രം ആക്ച്വൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷനും കൺസിഡർ ചെയ്ത് ഒരു അഡീഷണൽ ലാംഡ ബൈ 2 പാത്ത് ഡിഫറൻസ് ആഡ് ചെയ്തു. ആൻഡ് നൗ വി ഗെറ്റ്, ഇപ്പോൾ നമുക്ക് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ n ലാംഡ ആകുമ്പോൾ മാക്സിമം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വി ക്യാൻ ഡിഫൈൻ കണ്ടീഷൻ ഫോർ മാക്സിമ, ആൻഡ് കണ്ടീഷൻ ഫോർ മാക്സിമ ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. ആൻഡ് again we can
again define condition for minimum by using that when path difference equal to some 2n plus 1 lambda by 2 ന്റെ മൾട്ടിപ്പിൾ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് ഡാർക്ക്നെസ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് ഫോർ ഡാർക്ക്നെസ് അറ്റ് എ പൊസിഷൻ ആംഗിൾ ആർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു പൊസിഷനിൽ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് ഗിവൺ ബൈ 2 mu t cos r equal to n lambda and this is otherwise known as defined as cosine law. ഈ cosine law കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ആയിട്ടോ ഡെറിവേഷൻ ആയിട്ടോ ഒക്കെ ചോദിക്കാറുള്ള സാധനമാണ് cosine law. ഓക്കെ, സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ഇല്ല. 25 26 27 27 20 29 30 31 32 33 ഇല്ല. ഓക്കെ, 33. 34 ഓക്കെ, പറഞ്ഞോളൂ. 35 35 36 37 38 39 40 ഇല്ല. 41 42 43 44 45 46 47 48 49 50 51 52 53 ഉണ്ടോ? 54 55 56 57 58 59 60 61 62 63 ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 40 മാത്രമാണ്. മുഹമ്മദ് സഹലയൊക്കെ ആളില്ലല്ലോ. 40%. ഓക്കെ ഓക്കെ, എങ്കിൽ എല്ലാവരും പ്രസന്റ് ആണ്. സോ താങ്ക് യു.